കരൂർ ദുരന്തത്തിൽ ടി.വി.കെ പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. കരൂർ സ്വദേശി പവൻരാജാണ് അറസ്റ്റിലായത്. പരിപാടിക്ക് അനുമതി തേടി നൽകിയ അപേക്ഷയിൽ ഒപ്പിട്ട ഒരാൾ പവൻരാജാണ്. ഒളിവിലുള്ള ടി.വി.കെ നേതാക്കൾക്ക് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ തുടങ്ങി. പ്രതി ചേർക്കപ്പെട്ട ടി.വി.കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവർക്ക് വേണ്ടി ട്രിച്ചി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ദുരന്തത്തിന് പിന്നാലെ ടി.വി.കെ നേതാവ് ആത്മഹത്യ ചെയ്തു. വിരാപ്പേട്ട് വില്ലേജ് സെക്രട്ടറി അയ്യപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുരന്തത്തിന് കാരണം സെന്തിൽ ബാലാജിയാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചതിന് യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു. സാജിദ് അജ്മൽ വിവരണമായി ചെയ്തു. സാജിദ്, ഇതിൽ ഈ സെന്തിൽ ബാലാജിയുടെ പേര് വരുന്നത് എങ്ങനെയാണ്? അജിൻസ്, ഈ ദുരന്തം കഴിഞ്ഞതിന് പിന്നാലെ നമ്മൾ ആ ദുരന്ത ഭൂമിയിലുള്ള സമയത്തും ഈ ടി.വി.കെ നേതാക്കൾ സെന്തിൽ ബാലാജിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ അത് അവര് ഈ പരസ്യമായി നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ പറയുന്നില്ലെങ്കിലും നമ്മളോട് പേഴ്സണലായി അവർ പറയുന്നത് തങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കണം, അതുകൊണ്ട് സെന്തിൽ ബാലാജിയുടെ പേര് ഞങ്ങൾക്ക് പരസ്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത അയ്യപ്പൻ എന്ന വ്യക്തിയും സെന്തിൽ ബാലാജിയാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഇത് മുൻ വൈദ്യുതി മന്ത്രി കൂടിയാണ്, DMK നേതാവും ഈ സ്ഥലം MLA കൂടിയായ ഈ സെന്തിൽ ബാലാജിയാണ് അവിടെ വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചില ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെയാണ് ഉള്ളത്. ഈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലും ഈ സമഗ്രമായ ഒരു അന്വേഷണം, സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പറയുന്നു. ഇതിൽ അട്ടിമറി സംശയിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് ഒരു വ്യക്തമായ തെളിവുകളൊന്നും സെന്തിൽ ബാലാജിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ആത്മഹത്യ ചെയ്ത അയ്യപ്പൻ ഈ ടി.വി.കെയുടെ പ്രാദേശിക നേതാവാണ്. സെന്തിൽ ബാലാജിയാണ് ഇതിന് ഉത്തരവാദി എന്ന് മാത്രം എഴുതി മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കൂടി നടന്നിട്ടുണ്ട്. ടി.വി.കെയുടെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി തമിഴകനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടി.വി.കെയുടെ ഈ പ്രാദേശിക നേതാവായ പൊൻരാജിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൊൻരാജും തമിഴകനുമായിരുന്നു ഈ അപേക്ഷയിൽ ഒപ്പിട്ടത്. പോലീസ് പെർമിഷന് വേണ്ടിയുള്ള അപേക്ഷയിൽ ഒപ്പിട്ടത് പ്രധാന ആളുകൾ ഇവരായിരുന്നു. ഈ ടി.വി.കെയുടെ പല നേതാക്കളും ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ഇതിൽ ഈ ഒളിവിൽ പോയ ടി.വി.കെ നേതാക്കൾ, ടി.വി.കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, നിർമ്മൽ കുമാർ എന്നിവർ ഈ ട്രിച്ചിയിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രിച്ചി കേന്ദ്രീകരിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വ്യാപകമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ ആരോപണങ്ങൾ യൂട്യൂബിൽ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ അവിടുത്തെ വളരെ ഫേമസ് ആയ യൂട്യൂബർ ഫെലിക്സ് ജെറാൾഡ് എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജുഡീഷ്യൽ അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അജീബ്സ്, ശരി.